ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ളത്, അതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ, പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ കുറച്ച് വലുത് നോക്കി നല്ല ഷേപ്പുള്ളത് നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ചെത്തി പോകില്ല. എനിക്കങ്ങനെ ഷേപ്പുള്ളതൊന്നും കിട്ടിയില്ല, അങ്ങനെ ഉണ്ട കിട്ടിയിരിക്കണത്. ഇനി അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ 4 ഭാഗം ഷേപ്പൊന്ന് ആക്കിയെടുക്കണം കേട്ടോ. 4 ഭാഗം ഒന്ന് ചെത്തി കളയണ്ട, നമുക്കത് പിന്നെ ഉപയോഗിക്കാം. അപ്പോഴാണ് നമുക്കത് ഷേപ്പ് പോലെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 4 ഭാഗം മുറിച്ചതിന് ശേഷം പിന്നെ നമ്മളതൊന്ന് ഷേപ്പാക്കി എടുക്കുക. അത് ഒരേപോലെ മുറിക്കണം കണ്ടില്ലേ, ഇത് അതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഞാനിത് മുറിച്ച് നോക്കിയപ്പോൾ ഇതൊന്നും ശരിയായില്ല. അതുകൊണ്ട് എൻ്റെ മോളാണ് കേട്ടോ എനിക്ക് മുറിച്ച് തന്നത്. പിന്നെ അവളിതാ ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ണത്തിലുമല്ല, ഒരുപാട് കനം കുറഞ്ഞിട്ടുമല്ല, അങ്ങനെ ഇതെല്ലാതും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങണം അതേപോലത്തെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് മുറിച്ചതും ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലത്തെ സ്റ്റാർച്ച് പൂവോളം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം വരില്ല. ആ കളർ വ്യത്യാസം മാറുന്നത് വരെ നമ്മൾ 2-3 വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കുക. ഇതിൻ്റെ ടൈമിംഗ് ആണ് കേട്ടോ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴൊക്കെ. അതെല്ലാം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ അരികൊക്കെ മുറിച്ചത് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുട്ടികൾക്ക് നമുക്ക് പൊരിച്ച് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഞാനിതൊന്ന് 2-3 വെള്ളം കൊണ്ട് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണ്ട, വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചാൽ കളർ വ്യത്യാസം വരുള്ളൂ. ഇനി അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിലുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിത് വെള്ളം ഊറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. നമ്മളിത് ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം വെറും 5 മിനിറ്റ് സമയം നോക്കി വെക്കുക. വാച്ച് കയ്യുമ്മൽ വെക്കുക കേട്ടോ. നമ്മളിത് ഒരുപാട് നേരിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് പോകുള്ളൂ, ഉരുളക്കിഴങ്ങ് വെന്ത് പോകും. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ക്രിസ്പിയായി കിട്ടില്ല, അതങ്ങനെ കുഴഞ്ഞ് പോകും. അതുകൊണ്ട് വെള്ളത്തിലിട്ട് നല്ല തിളച്ച വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് മാത്രം വെള്ളത്തിലിടുക. അതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കോരിയെടുക്കുക. 5 മിനിറ്റ് വേണമെന്നൊന്നുമില്ല. കോരിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു കോട്ടൺ തുണിയിലേക്കോ ടവലിലേക്കോ ഇടുക കേട്ടോ. ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുക. വെള്ളം കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമ്മളിത് പൊരിച്ചെടുക്കണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ കോരിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് വേണമെങ്കിലും ഇട്ട് വെക്കാം. ഞാനത് അങ്ങനെയല്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പാൻ്റെ ചോട്ടിലിട്ടിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് ഞാനൊരു പ്ലേറ്റിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. ഇതിൽ പറയണ അതേപോലെ കറക്റ്റ് സമയമൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി നോക്കി. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോയത്. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനത് കുറച്ച് എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് വലിയ ചട്ടിയിലാണ് നിങ്ങൾ പൊരിക്കണം പറഞ്ഞാൽ ഒന്നിച്ചിട്ടിട്ട് പൊരിക്കുകയാണെങ്കിൽ പൊരിക്കാം. ഞാനിപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് 1 മിനിറ്റ് വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ആയിട്ട് നമ്മളത് കോരിയെടുക്കുക. ഇളക്കി കൊടുക്കുന്നത് എല്ലാ ഉരുളക്കിഴങ്ങും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കരുത്. നമ്മളിത് 2 പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഒന്നിച്ചിട്ട് ഒരേപോലെ ഇട്ട് പൊരിച്ചിട്ട് പറഞ്ഞാൽ അതിൻ്റെ കളർ മാറുള്ളൂ. അപ്പോൾ ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ ആവും.
ഇതിപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ മാറാണ്ട് കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ കളറിൽ നമുക്ക് കിട്ടും. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല അതേപോലെ തന്നെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് 2 ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ആദ്യത്തെ പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിലേക്ക് ഞാനൊരു കുറച്ച് കോൺഫ്ലവർ, നിങ്ങൾക്ക് കോൺഫ്ലവർ ആണെങ്കിലും വേണ്ടില്ല, മൈദ ആണെങ്കിലും വേണ്ടില്ല, 1 ടേബിൾ സ്പൂൺ ഞാനത് ഒരരിപ്പയിൽ ഇട്ട് കൊടുക്കണം. അരിപ്പയിൽ ഇടുന്നത് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പാക്കറ്റിലൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കാത്ത വാങ്ങുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നന്നായിട്ട് തണുത്തിട്ട് നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ നല്ല പോലെ തണുത്തതിന് ശേഷം സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കും. പിന്നെ നമ്മൾ പൊരിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു 2-3-4 മണിക്കൂർ വെച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ പൊരിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇനി നമ്മൾ രണ്ടാമത്തെ പൊരിക്കലാണ് ഈ പൊരിക്കുന്നത്. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് പൊരിക്കുമ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കളർ വ്യത്യാസം വരില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കറക്റ്റ് കളറിലും കറക്റ്റ് ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഒരുപാട് നേരം ഇട്ടിട്ട് പൊരിക്കരുത്, അപ്പോഴും അത് കളർ വ്യത്യാസം വരും കേട്ടോ. 1-2 മിനിറ്റ് തന്നെ പൊരിക്കുമ്പോഴേക്കും തന്നെ, അല്ലെങ്കിൽ തന്നെ പകുതി കുക്കായതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഇനി ബാക്കിയും കൂടി ഒന്ന് ആകേണ്ടതുള്ളൂ. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഞാൻ കുറേ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും നാടൻ റെസിപ്പീസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇൻഷാ അള്ളാ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. കാണുമ്പോൾ തന്നെ അറിയില്ല, നിങ്ങൾക്ക് അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം.